കേരളത്തിൽ ഈ ഒരു വിഷയം മാത്രമല്ല, ഒരുപാടുണ്ട്. പക്ഷേ ഇത് മെയിനാണ്. കാരണം ഒരുപാട് വഞ്ചിക്കപ്പെടുന്നുണ്ട്, ഒരുപാട് പേര് പെട്ട് കിടക്കുന്നുണ്ട്, റിട്ടേൺ വരാൻ പറ്റാത്ത അവസ്ഥ. എന്താ പറയുക, ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കുറേ കാര്യങ്ങൾ, കുറേ പിള്ളേർ അങ്ങോട്ട് കയറുക, ചെന്ന രക്ഷപ്പെടുന്നു. എനിക്ക് തോന്നുന്നല്ലോ രക്ഷപ്പെടേണ്ട ആൾക്കാരാണെങ്കിൽ ഇപ്പോഴും രക്ഷപ്പെടും. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, അത് വേണ്ടല്ലോ ഇവിടെ ചെന്നാലും. അല്ല, എന്താ ഞാൻ യുകെയിലാണ്. ഇവിടെ ഉള്ള ഫാമിലി ലൈഫ് അല്ല അവിടെ. അവരവിടുത്തെ സിറ്റിസണായി വേറെ വഴിയില്ലാത്ത അല്ലല്ല, അവൻ്റെ ഒരു ചെറിയ കുട്ടിയാണ്. അല്ല, അവൻ്റെ അച്ഛൻ അവിടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇവിടെയും പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. 4-5 ആൾക്കാരുടെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവന്റെ കാര്യം പറയാനല്ല, എനിക്ക് ആരുടെ കാര്യം പറയാനല്ല, മറ്റൊരാളുടെ കാര്യം പറയാനല്ല. ഞാൻ ജീവിക്കുന്നത് എൻ്റെ നാട്ടിലാണ്. എനിക്കെന്നത് തുടങ്ങണമെന്ന് എനിക്ക് ഒരുപാട് നൂലാമാലകൾ നമ്മുടെ ഗവൺമെൻറ് പരമായിട്ട് ഈ പടത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. പിള്ളേർക്ക് എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ചുറ്റും ശരിയാക്കി കൊടുക്കേണ്ടത് ഇല്ല. അവിടെ ഉണ്ടാവും. പണ്ട് വരവേൽപ്പ് സിനിമയിലെ പറഞ്ഞിട്ടുണ്ട്, വർഷമായിട്ട് കാണിക്കും ശരിയാവാനുണ്ട് കുറേ കാര്യങ്ങളൊക്കെ ശരിയാവും. ഇപ്പം യുകെയിൽ ഓസ്ട്രേലിയയിൽ പോകാനുള്ള കുറച്ച് പേരുടെ പൈസ വാങ്ങിയിട്ട് കുറച്ച് പേരാണെന്ന് പറഞ്ഞിട്ട് ആ ആളുടെ ദിവസം വന്ന് തരുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യമുള്ളൂ, ഇപ്പം 18 ലക്ഷം രൂപ മുടക്കി നിങ്ങൾ ഓസ്ട്രേലിയക്ക് പോകണമെങ്കിൽ പോരാ, ഈ ഒരു ടീം ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങി ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ പുറത്തേക്ക് പോകും. സ്റ്റാർട്ടപ്പ് എനിക്കുണ്ടായിരുന്നു, പക്ഷേ നിർത്തിയാണ്. ഞാൻ അവരവിടെ പോയി, ഞാൻ തനിക്കും ആഗ്രഹമുണ്ടല്ലോ വിദേശത്ത് പോകണം. തനിക്ക് വിദേശത്ത് ആഗ്രഹമുണ്ട്. അവിടെ റിവ്യൂ പറയാൻ പറ്റില്ല. 6 പോയ ഏത് രാജ്യത്തായിരിക്കും പോകുന്നത്? റിവ്യൂ പറയാൻ പറ്റില്ല. 6 പോയി കഴിഞ്ഞാൽ ഏത് രാജ്യത്തായിരിക്കും പോകുന്നത്? ജോലി എടുക്കാനും മടിയുള്ള ഒരു ചെറുപ്പക്കാരുണ്ട്. ജോലി എടുക്കണം, അവിടെ തന്നെ അവിടെ ചെന്നാൽ VIP ജോലിയൊന്നും അല്ല കിട്ടുന്നത്. എനിക്ക്